ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് ഗനറ്റീവ് ഗ്രാമറ്റിക് പോർഷനാണ്. അതായത് ഗനറ്റീവ് സെൻറ്റൻസ് എങ്ങനെ മേക്ക് ചെയ്യാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ചിലപ്പം ഈ വീഡിയോ ലെങ്ത് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏത് ടോപ്പിക്കാണ് നെക്സ്റ്റ് ഡേയിൽ ചെയ്യേണ്ടത്, വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് ഗനറ്റീവ് എന്താണെന്നാണ്. ഗനറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എന്നാണ് മീനിങ് വരുന്നത്. അതായത് വെസൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഉടമസ്ഥതാവകാശം അല്ലെങ്കിൽ ഒരു പൊസഷൻ പറയാനായിട്ടാണ് നമ്മൾ ഗനറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഗനറ്റീവ് ഷോസ് പൊസസ്യോൺ അല്ലെങ്കിൽ ബിലോങ്ങിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം എന്നൊക്കെ പറയുന്നത് ആ ഓണർഷിപ്പ്, അതാണ് ഗനറ്റീവ് സെൻറ്റൻസ് ഷോസ് ഓണർഷിപ്പാണ് കാണിക്കുന്നത് ഗനറ്റീവ് സെൻറ്റൻസ് എപ്പോഴും 2 നൗൺ ഒന്നിച്ച് വരും. അതായത് ഗനറ്റീവ് സെൻറ്റൻസിൽ 2 നൗൺസ് ആയിരിക്കും ഉള്ളത്. ഒന്നാമത്തത് സാധാ നൗണും രണ്ടാമത്തത് ഗനറ്റീവിനെ സൂചിപ്പിക്കുന്ന നൗൺ. മനസ്സിലാക്കി വെക്കുക. 2 നൗൺസ് ആണ് ഉള്ളത്. ഫസ്റ്റ് തന്നെ എന്താണ്, ഇത് ഓണർഷിപ്പിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സുഗഹ്യോക്കായിട്ടാണ് കാണിക്കുന്നത്. അതായത് പൊസസ്യോനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇവിടെ ഈ സെൻറ്റൻസിൽ 2 നൗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഗനറ്റീവ് ആണോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ആ സെൻറ്റൻസിൽ 2 നൗൺസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതനുസരിച്ചാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഗനറ്റീവ് കേസാണ് അല്ലെങ്കിൽ സെൻറ്റൻസ് ആണ് എന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിളായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, നമുക്ക് 2 നോമൻസ് അതായത് നൗൺസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദസ് ഔട്ടോയും ദസ് മനസ് എന്നും പറഞ്ഞ് 2 നൗൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ മീനിങ് വരുന്നത് ദസ് ഈസ്, ദസ് ഔട്ടോ, ദസ് മനസ് ആ മൻ. ഓക്കെ, ആ മൻ അയാളുടെ ഔട്ടോയാണോ, കാറാണോ. മന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരാളുടെ ഒരു ഓണർഷിപ്പാണ് അവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു നൗണാണ് നമ്മൾ ഗനറ്റീവ് നൗൺ എന്ന് പറയുന്നത്. ആരുടെ എന്നാണ്. കണ്ടോ, ഗനറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസൻ ആരുടേതാണ്, ആ ഒരു അങ്ങനെ കാണിക്കുന്ന നൗണിനെയാണ് നമ്മൾ ഗനറ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സാധനം, ആ ഒരു ഉടമസ്ഥത അല്ലെങ്കിൽ ഓണർഷിപ്പ്, അത് എന്തിനെക്കുറിച്ചാണ്? ഔട്ടോ, ദസ് ഔട്ടോ എന്നാണ് കാണിക്കുന്നത്. അതായത് അടുത്ത നൗണ്. അപ്പോൾ അങ്ങനെ 2 നൗൺസ് ആയിരിക്കും നമ്മൾ ഗനറ്റീവ് സെൻറ്റൻസിൽ കാണുന്നത്. അടുത്തത് ഗനറ്റീവ് ആർട്ടിക്കിൾ എന്ന് അറിഞ്ഞിരിക്കണം. എന്നാലുള്ളൂ നമുക്കിവിടെ ഈ മന്നസ് എന്നുള്ള മൻ എന്നുള്ളതിൻ്റെ അകത്ത് അത് ES ആഡ് ആയത് എങ്ങനെയാണെന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗനറ്റീവിനകത്ത് ആ ഗനറ്റീവ് നൗൺസിനകത്ത് നമ്മൾ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻഡുങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നൗണിൻ്റെയും വവൽസ് നോക്കി അതനുസരിച്ച് ആർട്ടിക്കിളിൻ്റെ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് ഗനറ്റീവിൻ്റെ ആർട്ടിക്കിൾസാണ്. ഗനറ്റീവ് ആർട്ടിക്കിൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പെസ്റ്റിംഡ്, ഒൺപെസ്റ്റിംഡ്, നെഗേഷൻ, പൊസസീവ് എന്ന് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പം ഓരോ കേസിലും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ബെസ്റ്റിംഡ് ആർട്ടിക്കിളിനെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. താഴോട്ട് നോക്കാം. ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുമ്പോഴത്തേനും ദസ്, ദർ, ദസ്, ദർ അങ്ങനെയാണ് വരുന്നത്. ഉൺബെസ്റ്റിംഡ് ആകുമ്പോഴത്തേനും ഐനസ്, ഐനർ, ഐനസ്. പ്ലൂറൽ കേസ് ഉൺബെസ്റ്റിംഡിന് ഇല്ല. അടുത്തത് നെഗോസിയം വരുമ്പോഴത്തേനും കൈനസ്, കൈനർ, കൈനസ്. പ്ലൂറലും കൈനസ് എന്ന് തന്നെയാണ്. അടുത്തതാണ് പൊസസീവ് വരുമ്പോഴത്തേനും മൈനസ്, മൈനർ, മൈനർ എന്നാണ്. ഇങ്ങനെയാണ് പ്ലൂറാലും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഇതും മസ്റ്റായിട്ടും മനസ്സിലാക്കി വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നാലും അവിടെ നമുക്ക് എൻഡുങ്ങൻ ആഡ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് ഗനറ്റീവ് നോമിന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ എൻഡുങ്ങൻ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കൊരു നോട്ടാണുള്ളത്. An additional es or s is added to the masculine or neutral noun in genitive case.
ഗെനറ്റീവ് കേസിൽ അല്ലെങ്കിൽ ഗെനറ്റീവ് സെൻറ്റൻസിൽ മസ്കുലിൻ അല്ലെങ്കിൽ ന്യൂട്രൽ നോമൻസിൽ മാത്രം നമ്മൾ ഈ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, മസ്കുലിനും ന്യൂട്രലും കേസിൽ മാത്രം, അതായത് നോമനിൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് യൂസ് ചെയ്യുന്നത് എൻഡുങ്ങൻ ES അല്ലെങ്കിൽ S ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനും 2 കേസുകൾ, സ്പെഷ്യൽ കേസുകളുണ്ട്. 1, 2 എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ കേസാണ് മേർ സീപ്ലൻ നോമൻ, രണ്ടാമത്തതാണ് ഐൻ സീപ്ലൻ നോമൻ. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്താണ് മേർ സീപ്ലൻ നോമൻ. മേർ സീപ്ലൻ നോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോമൻ്റെ എന്താണ് വവ്വൽസ് മേർ കൂടുതലായിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ വവ്വൽസ് ഉള്ള നൗണിൽ നമ്മൾ ആമൻ്റെയിൽ S ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് മേർ സിബ്ലൻ നോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, S ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ വവ്വൽസ് ഉണ്ടെങ്കിൽ, ഒരു നൗണിൽ ഒന്നിൽ കൂടുതൽ വവ്വൽസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആമൻ്റെയിൽ S കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. zum Beispiel der Vater. der Vater എന്ന് പറഞ്ഞാൽ ദസ് എന്നാവും. പാർട്ടിക്കിൾ എന്താ ദർ എന്നുള്ളത് ദസ് ആവും. ഓക്കെ, ദസ് ഫാറ്റേഴ്സ്. അവിടെ എന്തൊക്കെ വവ്വൽസ് ആണ് വരുന്നത്? എയും ഇയും മാത്രം, 2 വവ്വൽസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ എസ് ആമൻ്റെയിൽ ആഡായി. ഓക്കെ, അടുത്തതാണ് ദാസ് ഔട്ടോ. ദസ് ഔട്ടോ, ദസ് ഔട്ടോസ്. അടുത്തതാണ് ദി ഫ്രൗ. ദി ഫ്രൗ എന്നുള്ളത് ദർ ഫ്രൗസ്. അടുത്തത് ദസ് പ്യൂറോ. പ്യൂറോ എന്നുള്ളത് ദസ് പ്യൂറോസ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ നോക്കുക. ദർ എന്നുള്ള ആർട്ടിക്കിൾ ഗനറ്റീവിലേക്കാവുമ്പോഴത്തേനും അത് എന്താകും? ദസ് എന്നാകും. ദി എന്നുള്ളത് ദർ എന്നാകും. ആർട്ടിക്കിൾ നോക്കുക. അതുപോലെ തന്നെ എത്ര നോമൻ്റെ വവ്വൽസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എൻഡുങ്ങനും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ മേർ സീബ്ലൻ നോമൻ. അടുത്തതാണ് ഐൻ സീബ്ലൻ നോമൻ. അപ്പം ഐൻ സീബ്ലൻ നോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വവ്വൽസ് മാത്രമേ ഉള്ളൂ നമുക്ക് നൗണിൽ വരുന്നുള്ളൂ. അന്നേരമാണ് നമ്മൾ ES ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ zum Beispiel നോക്കാം. ദാസ് ബിൽഡ്. ദാസ് ബിൽഡ് എന്ന് പറഞ്ഞ പിക്ചർ. പിക്ചറിന് നമ്മളത് എന്ത് പറയും? ദസ് ബിൽഡേഴ്സ്. ഐ എന്നുള്ള വവ്വൽ മാത്രം അവിടെ ഉള്ളൂ. അതുകൊണ്ട് ES ആമൻ്റെയിൽ ആഡായി. അപ്പം ദസ് ബിൽഡേഴ്സ്. അടുത്തത് ദസ് കിൻഡ്. ദസ് കിൻഡ് എന്നുള്ളത് ദസ് കിൻഡസ്. അടുത്തത് ഐൻ ടാഗ്. ഐൻ ടാഗ്, ഐനസ് ടാഗസ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓർക്കുക, ഇത് മേർ സിബ്ലൻ നോമൻ ആണെങ്കിലും ഐൻ സിബ്ലൻ നോമൻ ആണെങ്കിലും എങ്ങനാണെങ്കിലും നമ്മൾ മസ്കുലിൻ്റെയും ന്യൂട്രലിൻ്റെയും നൗണിൽ മാത്രം നമ്മൾ ഈ എൻഡുങ്ങൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ ദസ് ഔട്ടോ മൈനസ് ഫാദർ ഈസ് കപ്പൂട്ട്. എൻ്റെ ഫാദറിൻ്റെ ഔട്ടോ കപ്പൂട്ടാണ്. പീറ്റർ ഔട്ടോ ഈസ് കപ്പൂട്ട്. അത് എന്താണ് ഗനറ്റീവ് സെൻറ്റൻസിലല്ല എഴുതിയിരിക്കുന്നത്. ഗനറ്റീവിലേക്ക് ആക്കുമ്പം ദസ് ഔട്ടോ പീറ്റേഴ്സ്. ദസ് ഔട്ടോ ദർ എന്നുള്ളത് അത് എന്താണ് ദസ് ആവും. അപ്പം ദസ് ഔട്ടോ ദസ് പീറ്റർ ഈസ് കപ്പൂട്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അടുത്തതാണ് ദി ഔഗൻ മൈനർ കിൻഡസ് സിന്ത് ക്രോസ്. എൻ്റെ കിൻഡിൻ്റെ ഐസ് ഗ്രോസ് ആണ്, വലുതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വരുന്നുള്ളൂ. നമ്മുടെ ഗനറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ് നമുക്ക് ഗനറ്റീവ് ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കണം. 2 പിന്നെ അതിൻ്റെ 2 കേസസും അറിഞ്ഞിരിക്കണം. അത് 2 അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഗനറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചൂസ്.